തമിഴ്നാട് നിയമസഭയിൽ ഇനി കാണാൻ പോകുന്നത് വിജയ് ഉദയനിധി പോരാട്ടമാണ്. DMK നിയമസഭാ കക്ഷി നേതാവായി ഉദയനിധി സ്റ്റാലിനെ തിരഞ്ഞെടുത്തു. അതിനിടെ സത്യപ്രതിജ്ഞാവേദിയിൽ തമിഴ് തായ്വാഴ്ത്തിനു മുൻപ് വന്ദേ മാതരം ആലപിച്ചതിൽ കടുത്ത വിമർശനവുമായി DMK രംഗത്തെത്തി. തമിഴ് തായ്വാഴ്ത്ത് അവസാനം പാടിയത് അനുചിതമെന്നും ഇനി ആദ്യം ആലപിക്കുമെന്നും TVK മന്ത്രി ആദവ് അർജുന ഇതിനോടകം തന്നെ പ്രതികരിച്ചു. വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് DMK പ്രതിപക്ഷ നേതാവിനെ പ്രഖ്യാപിച്ചത്. ചെന്നൈയിലെ അണ്ണാ അറിവാലയത്തിൽ കലഞ്ചർ അരങ്ങിൽ പാർട്ടി അധ്യക്ഷൻ MK സ്റ്റാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന MLA-മാരുടെ യോഗത്തിലാണ് പ്രതിപക്ഷ നേതാവിനെ തീരുമാനിച്ചത്. ചെപ്പോക്ക് നിയമസഭാ സീറ്റിൽ TVK-യുടെ സെൽവത്തിനെ പരാജയപ്പെടുത്തിയാണ് ഉദയനിധി സ്റ്റാലിൻ ജയിച്ചു കയറിയത്. പ്രതിപക്ഷ നേതൃപദവി കരുണാനിധി കുടുംബത്തിൽ തന്നെ നിലനിർത്തിയതിലൂടെ പാർട്ടിക്കുള്ളിലെ അധികാരം ഊട്ടിയുറപ്പിക്കുകയാണ് സ്റ്റാലിൻ. മുതിർന്ന നേതാവ് KN നെഹ്റുവാണ് നിയമസഭാ കക്ഷി ഉപനേതാവ്. അതേസമയം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ദിവസം തന്നെ വിജയ്ക്കെതിരെ വിമർശനമുയർന്നു. സത്യപ്രതിജ്ഞാവേദിയിൽ തമിഴ് തായ്വാഴ്ത്ത് അവഗണിച്ച് വന്ദേമാതരം ആലപിച്ചു എന്ന പേരിലായിരുന്നു വിമർശനം. DMK-യും ഭരണപക്ഷത്തെ പിന്തുണയ്ക്കുന്ന CPI-യും ഇതിനെതിരെ രംഗത്തെത്തി. വന്ദേമാതരത്തിലൂടെ വിജയ് BJP-യെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചെന്നും തമിഴ് തായ്വാഴ്ത്ത് അവഗണിച്ചെന്നും DMK വിമർശിച്ചു. പ്രോട്ടോകോൾ മാറ്റത്തിന് കാരണം അറിയണമെന്നും തമിഴ് തായ്വാഴ്ത്ത് മൂന്നാമതായി പോയെന്നുമാണ് CPI-യുടെ വിമർശനം. സംസ്ഥാനത്തിന്റെ പാരമ്പര്യം ഇതല്ലെന്നും നിയമസഭയിൽ MLA-മാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് തമിഴ് തായ്വാഴ്ത്ത് ആദ്യം ആലപിക്കണമെന്നും CPI വ്യക്തമാക്കി. ഇതിനു പിന്നാലെ DMK TVK പ്രവർത്തകർ തമ്മിൽ സൈബർ പോരും ശക്തമായി. ബംഗാളിലെ സത്യപ്രതിജ്ഞയിൽ വന്ദേമാതരം ആലപിച്ചിരുന്നില്ലെന്ന് DMK പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. സ്റ്റാലിൻ മുഖ്യമന്ത്രിയായിരിക്കെ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഗവർണറായി ചുമതലയേറ്റെടുത്ത ചടങ്ങിൽ വന്ദേമാതരം ആലപിച്ചതായി TVK ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV.